എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഐശ്വര്യ. ഇന്നും നമ്മുടെ സബ്ജക്റ്റ് ബിഗ് ബോസ് തന്നെയാണ്. ബിഗ് ബോസിന്റെ സംസ്കാരശൂന്യമായ കണ്ടസ്റ്റന്റുകളും ബിഗ് ബോസും നിലവാരം പുലർത്താത്ത സമീപനമോ ലാലേട്ടന്റെ ഭാഗത്തുനിന്ന് വരെ ഉണ്ടാവുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാര്യം കഴിഞ്ഞ ദിവസത്തേക്ക് കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടതായിരിക്കില്ല. നിവിൻ എന്ന് പറഞ്ഞവനെ എടുത്ത് പുറത്തു കളയാതെ ഇപ്പോഴും ഇവർ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തുദ്ദേശത്തിലാണ് എന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എന്ത് കണ്ടിട്ടാണ് ഈ പൊട്ടറ്റോയൊക്കെ വെച്ചിട്ടിരിക്കുന്നതെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാകാത്തത്. കഴിഞ്ഞ ദിവസം ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, കയർ വെച്ചിട്ട്. അങ്ങനെ ഈ കയർ വെച്ചിട്ട് ആ അനുമോളെ കാണിക്കുന്നതൊക്കെ കണ്ടപ്പോൾ നമുക്ക് കയർ വെച്ചിട്ട് അവനെ പിടിച്ച് ഞേരിച്ചിട്ട് വലിച്ചൊരേറി വെച്ചു കൊടുക്കാൻ എനിക്ക് തോന്നി. സത്യം പറയാലോ, ഈ സമയത്തെങ്ങാനും ആ അഖിൽമാരാകത്തുണ്ടായിരുന്നെങ്കിൽ ഇയാൾ കപ്പ് കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല, ചവിട്ടി ഒട്ടിച്ചതിനെയാണ്. സീരിയസ്ലി ഇവന്റെ ഈ സമീപനമൊക്കെ ഇപ്പം ഞാൻ ഓർക്കും. ആ പെണ്ണിന്റെ അനുമോളുടെ സ്ഥാനത്തിൽ ഞാനായിരുന്നു. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയാൽ എന്താ അന്തസ്സായിട്ട് ഇറങ്ങിക്കൂടെ? അടിച്ചവന്റെ ചെപ്പക്കുട്ടി അടിച്ച് പൊട്ടിച്ചിട്ട് വേണം ഇറങ്ങാൻ. ബിഗ് ബോസ് എന്താ തൂക്കിക്കൊണ്ടുപോകും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോ. ഇനിയും വരുന്ന അടുത്ത ബിഗ് ബോസിൽ വരാൻ ഇരിക്കുന്ന ആൾക്കാർ ചിന്തിക്കുന്നത് എന്താ? അത്യാവശ്യം ഒരു അടിയൊക്കെ കൊടുത്താലും അവിടെ നിൽക്കാമോ? നമ്മളെ റോക്കി എന്ന് പറഞ്ഞ ഒരാള് ഇത്തന്റെ മൂക്കിടിച്ച് ചളിക്കുക കേസറിയാൻ. പിന്നീട് എനിക്ക് തോന്നി ഇടി കൊണ്ടവനേക്കാൾ വേഗം റോക്കി തന്നെയായിരുന്നു എന്ന് തോന്നുന്നു. നന്നായി പോയി. അങ്ങനെ പ്രതികരിക്കണം. അവൻ നമുക്ക് ദേഷ്യം വന്ന് നമ്മൾ ഇറിറ്റേറ്റ് ചെയ്താൽ ഒരു പരിധിയൊക്കെ ഉണ്ട്. ഈ റോക്കിനെ പുറത്താക്കി. റോബിൻ എന്ത് ചെയ്തിട്ടാണ്? സൂപ്പർ കണ്ടസ്റ്റന്റ് ആയിരുന്നു റോബിൻ അഖിൽമാരാർ. ഇവർ രണ്ടല്ലാതെ വേറെ ഒന്നും ബിഗ് ബോസ് നല്ലത് വന്നിട്ടില്ല. ബാക്കിയൊക്കെ വന്നിട്ടുള്ളത് വെറും ചവർ കണ്ടസ്റ്റന്റ് എന്ന് ധൈര്യത്തോട് പറയാൻ പറ്റും. റോബിൻ പോയത് കൊണ്ടാണ്, റോബിൻ തോട്ടാണ് ദീക്ഷയ്ക്ക് കിട്ടിയത്. അല്ലാതെ ദീക്ഷയ്ക്കൊന്നും കിട്ടാനും പോകുന്നില്ല. അപ്പം ഇപ്പൊ കാണിക്കുന്നതൊക്കെ കണ്ടില്ലേ? എന്തൊരു അവസ്ഥയാണിത്. എന്നിട്ട് കുട്ടിയിരുന്ന് ബിഗ് ബോസ് കാണുന്ന മനുഷ്യന്മാരെ ഒന്ന് സമ്മതിച്ചു കൊടുക്കും. ഞാൻ പറയുന്നത് എന്താണെന്ന് പറയാം. ഇപ്പം നമുക്ക് ഹോട്ട്സ്റ്റാറിൽ നോക്കുമ്പോൾ കാണാം 1,00,000 പേര് 60,000 പേരൊക്കെ ഇങ്ങനെ കാണുന്നത്. കാണരുത് കാര്യം. ബിഗ് ബോസ് അങ്ങ് ബഹിഷ്കരിക്കണം. അപ്പം പിന്നെ കണ്ടത് കൊണ്ടാണല്ലോ ഞാൻ ഈ അഭിപ്രായം പറയുന്നത്. എനിക്ക് ബിഗ് ബോസ് ഞാൻ കാണലുണ്ടായിരുന്നു, നല്ലതെന്ന് പറയുന്നില്ല. എന്ന് വെച്ചാൽ ലൈവ് കുത്തിയിരുന്ന് കാണുന്നതല്ല, രാത്രിയിൽ വരുന്ന ഒരു ടെലികാസ്റ്റ് ചെയ്യുന്നു. ലൈവ് ആദ്യ സമയത്ത് കണ്ട് ഞാൻ റിവ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനകത്തൊന്നും പറയാനില്ലാണ്ടായപ്പോൾ പിന്നെ ലൈവ് കാണാൻ പറ്റില്ല, നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുന്നത് കാണും. പക്ഷേ ഇതുണ്ടല്ലോ ഭയങ്കര കഷ്ടമാണ്. ഇതൊക്കെ കണ്ടിട്ടും ഒരു ഇതുമില്ലാതെ ഈ ലാലേട്ടൻ വന്നിട്ട് അവന്റെ തമാശയുടെ ആ തലയാട്ടിൽ എന്തെന്നാണ് ഇത്? അതാണാണോ പെണ്ണാണോ? ഇത് ഗൾഫിലൊന്നും പെടാത്തൊരു സാധനമാണത്. എത്ര നല്ല ട്രാൻസ്ജെൻഡേഴ്സ്, ലെസ്ബിയൻ കപ്പിൾസ് ആണല്ലോ 2 പെൺകുട്ടികളുണ്ട്. അവര് മര്യാദയ്ക്ക് ഇരിക്കുകയും ചെയ്യുന്നില്ലേ? അവരൊക്കെ ഇങ്ങനെയാ മറ്റുള്ളവരെ മെത്തിട്ട് കയറുക? എന്താ നിങ്ങൾ കാണിക്കുന്നത്? എന്താണെന്നറിയാമോ? കുടുംബം, നമ്മൾ വളരുന്ന ചുറ്റുപാടുകളാണ് ഒരു വ്യക്തിയെ ബിൽഡ് ചെയ്തെന്ന് എന്ന് പറയുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ നിവിൻ. കാരണം അമ്മയോ അച്ഛൻ്റെയോ കെയറോ അല്ലെങ്കിൽ കുടുംബമോ അല്ലെങ്കിൽ സഹോദരിയോ ബന്ധങ്ങൾക്ക് വാല്യൂ കൊടുക്കാത്തതാണ്. അവനവൻ്റെ സ്വന്തം പള്ള അല്ലാതെ ആ കുമ്പപ്പള്ള എങ്ങനെയും ഇങ്ങനെ നിറയ്ക്കണം. നമ്മൾ കാർട്ടൂണിലൊക്കെ കാണുന്ന ജീവികളെ പോലെ ഇങ്ങനെ നിറക്കണം, ടോയ്ലറ്റിൽ പോകണം, പിന്നെ അത് നിറക്കണം, ഈ ചിന്തയല്ലാതെ അവൻ ആരോടും കമ്മിറ്റ്മെന്റ് ഇല്ല. അവൻ ഒരു മനുഷ്യനോട് കമ്മിറ്റ്മെന്റ് ഇല്ല, ഒന്നുമില്ല, ഇൻക്ലൂഡിങ് ബിഗ് ബോസിനോട് പോലും. അവൻ ബിഗ് ബോസിനെയോ ലാലേട്ടനെയോ പോലും ബഹുമാനിക്കുന്നില്ല. അത് ഈ കാണുന്ന ലാലേട്ടന് മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ ആലോചിക്കും, ഈ ലാലേട്ടനൊക്കെ ഇത്ര ക്ഷമ എന്തിനാണെന്നേ? ലാലേട്ടനെ പോലൊരു വ്യക്തിയൊക്കെ ഇങ്ങനെ ക്ഷമിച്ച് ഇങ്ങനെ ഇതൊക്കെ സഹിച്ച് ഒക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? കോടികളൊക്കെ കിട്ടുന്ന കരുതി നമ്മളൊക്കെ, നിങ്ങളൊന്ന് ആലോചിക്കും, നിങ്ങൾക്ക് മിനിമം സാമ്പത്തികമുണ്ട്, നല്ല രീതിയിൽ ജീവിച്ച് കാണുന്നുണ്ട്, നിങ്ങളൊരു ആങ്കറായിട്ട് വരികയാണ്, നെറികേട് തന്നെയാണ് അതിനകത്ത് കാണുന്നത്. കാശിന് വേണ്ടി നിങ്ങളും ഉണ്ടായിരിക്കും. ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഈ ജീവിക്കാനുള്ളതുണ്ടെങ്കിൽ പിന്നെ പോലും ഇങ്ങനത്തെ നെറികേടിനൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. എന്നാണോ ലാലേട്ടന് പറഞ്ഞുകൂടെ? നെറികെട്ട കാര്യങ്ങൾ ചെയ്യുന്ന അങ്ങനെ രാജ്യം ഇത്രയും ആദരിച്ച് ഈ രീതിയിലൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തിയല്ല. അപ്പൊ ഇയാൾക്ക് സമൂഹത്തിനോടൊരു കടപ്പാടില്ല. ഈ ബിഗ് ബോസ് ഒക്കെ എന്തെന്ന് കാണിക്കുന്നത് എനിക്കറിയില്ല. ഇനി ഇവിടെ ഇവർ കളയില്ല. കാര്യം എന്തെങ്കിലും കണ്ടന്റ് വേണമല്ലോ. കണ്ടാക്കിന്നെ ഈ പൊട്ടം വേണം. അറ്റ്ലീസ്റ്റ് നാളെ ലാലേട്ടൻ വരുമ്പോ ആ കിഴങ്ങനെ എടുത്ത് പുറത്ത് കളഞ്ഞില്ല, കളയാനൊന്നും പോകുന്നില്ല. ലാലേട്ടൻ പറയും, നിങ്ങളിത് എന്ത് കാണിക്കുന്നതെന്ന് ചോദിച്ചൊന്നും ബലം പിടിക്കുക, അത്രയേ ഉള്ളൂ. പുള്ളി വിചാരിക്കുന്ന കോടികളും കൊടുത്ത് പുള്ളിയെ എഴുന്നള്ളിച്ചിരിക്കുന്ന കാണാനല്ലല്ലോ എന്നുള്ളതാണ്. എല്ലാ പണമാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം. അവനവൻ്റെ കാര്യങ്ങൾ
തുറന്ന് പറഞ്ഞ് നമ്മൾ നിലപാടുകളൊന്നൊക്കെ മറ്റുള്ളവർ പറയുമ്പോൾ അതിനെ ഒന്ന് അറ്റ്ലീസ്റ്റ് കാണണം. അഖിൽമാരാരുടെ ഗെയിം പറയാതെ വയ്യ. അഖിൽമാരാറിന് പകരം അഖിൽമാരാർ തന്നെ ഉള്ളൂ. അതുപോലെ ഒരാൾ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ വന്നിട്ടില്ല, വരുത്തുമില്ല. എല്ലാ പ്രശ്നം പിടിച്ചത് നിങ്ങളാണ് വരുന്നത്. അല്ലാതെ വന്നിട്ട് അവർക്ക് ഗെയിം പോലും ചെയ്യാൻ അറിയത്തില്ല. അറ്റ്ലീസ്റ്റ് അവനൊന്ന് ചിന്തിച്ചുകൂടെ? ഓപ്പോസിറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീയാണ്, അല്ലെങ്കിൽ ഒരു സുഖമില്ലാത്ത മനുഷ്യരാണ്. അക്ബറോ ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ അവിടെ നിൽക്കുന്നതിൽ ആണുങ്ങളിൽ അനീഷ് അല്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരൊറ്റ ആളില്ല. കുട്ടികൾ 3 പേരും ഓക്കെയാണ്. അവരാരെയും മുൻകൂട്ടി കയറാൻ നിൽക്കുന്നില്ല. പിന്നെ സാബുമാൻ കുഴപ്പമില്ല, പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലല്ലോ, അവനെ കൊണ്ട് ശല്യം ആർക്കില്ല. എന്തെന്നാണ് പോയത് നിങ്ങളെയൊക്കെ ഓർത്ത് നോക്കി ഒക്കെ മരവാകുന്നത്. എനിക്ക് തോന്നുന്നു അതിനൊക്കെ ഒന്നുമില്ല. നിന്നിരുന്നെങ്കിൽ ആദ്യകാലത്ത് പോയവരൊക്കെ നിന്നിരുന്നെങ്കിൽ അവർക്ക് ചിലപ്പോൾ കുറച്ചുകൂടെ ഒക്കെ എന്തെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യാം. എന്നാലും വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കില്ല. ഇവർ കാസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ബന്ധങ്ങൾ വെച്ചിട്ട്. ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, അവന്മാരുടെ പരിചയക്കാർ, ബന്ധുക്കാർ, അങ്ങനെ വെച്ചിട്ട് ബിഗ് ബോസ് കയറിയ ഫെയിം, പൈസ, ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് എല്ലാവരും ഈ വരുന്നത്. സിനിമയിൽ നിന്ന് വന്നിട്ടുള്ളതൊക്കെ അല്ല, സിനിമ ഇല്ലാത്ത സിനിമാക്കാരാണ് ബിഗ് ബോസ് വരുന്നത്. വർക്കുള്ളവരാരും ബിഗ് ബോസിൽ വരില്ല. സിനിമയില്ലാത്ത, അല്ലെങ്കിൽ പൈസയ്ക്ക് വീട് വെക്കണം, അല്ലെ കടമ്പ് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ളവരാണ് വരുന്നത്. ഫെയിം, നാളെ സിനിമയിൽ കയറാൻ പ്ലാനുള്ള, അങ്ങനെയൊക്കെ ഉള്ളവരാണ് വരുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, വളരെ നിലവാരം മോശം. ഈ ലാലേട്ടൻ എന്നൊരാൾ മീഡിയയൊക്കെ ഉപയോഗിക്കുന്ന മനുഷ്യനല്ലേ, ആൾക്കാർ കമന്റ്സെങ്കിലും ഈ മനുഷ്യന് വായിച്ചുകൂടെ? നാളെ ഞാൻ പറഞ്ഞാൽ അപ്പോഴേ പുറത്താക്കണം. മൂപ്പ് അല്ല കൊടുത്തിട്ട് വേണം വിടാൻ. അവരെയൊക്കെ ഉണ്ടല്ലോ കണ്ണുമുന്നിൽ കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ അങ്ങനെ വീട്ടിലെ പെൺകുട്ടികളോടാണ് ഇവന് ദ്രോഹം ചെയ്തെങ്കിൽ പുറത്തിറങ്ങൂലോ. അവനെ ആളെ വിട്ട് കയ്യും കാലും തല്ലി പിടിപ്പിക്കണം, അത്ര അഹങ്കാരിയാണ്. ഇതുപോലത്തെ ഒരു ബോറൻ ഒരു ഷോയും ബിഗ് ബോസ് നടത്തുന്ന ഏതൊക്കെ അങ്ങനെയാണെങ്കിലും ചോദിക്കുക, തലവെത്തിൽ എന്തെങ്കിലും വേണ്ടേ? എത്ര നല്ല രീതിയിൽ ഇങ്ങനത്തെ ഒരു ഷോ ഇത്രയും കോടികൾ നടത്തുന്നതാണ്. ഹാൻഡിൽ ചെയ്യുക, അതെങ്ങനെ പ്രസന്റ് ചെയ്യുക, എത്ര നല്ല കണ്ടസ്റ്റൻസിനെ ഇറക്കാം, എത്ര ക്വാളിറ്റിയുള്ള ആൾക്കാരെ ഇറക്കാം, അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, അല്ലെങ്കിൽ അവരുടെ ജോലിയിലെ ക്വാളിറ്റി, അല്ലെങ്കിൽ നല്ല കലാകാരെ അല്ല ഒരു പണിയില്ലാതെ ഇങ്ങനെ നടക്കുന്ന കുറേ എണ്ണങ്ങളെ എടുത്ത് വിട്ടിട്ട് എന്തെങ്കിലുമൊക്കെ വൃത്തികേടുകൾ കാണിച്ച് എന്ത് വൃത്തികേട് ഇനി അതിനകത്ത് നേക്കടായിട്ട് നടന്ന അതും അവൻ അനുഭവിക്കും. അതാണ് ബിഗ് ബോസ്. ബിഗ് ബോസിൽ സുരക്ഷിതത്വം ഇല്ല ഒരു പെണ്ണ് എന്നാൽ എന്നിപ്പം സമൂഹത്തിന് മനസ്സിലായി. അല്ലെങ്കിൽ ശാരീരികമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതിനൊരു മടിയില്ലെന്ന് മനസ്സിലായി, മര്യാദയ്ക്ക് ഭക്ഷണം ഇല്ലെന്ന് മനസ്സിലായി, അങ്ങനെ പലതും ഇല്ലെന്ന് മനസ്സിലായി. ആണും പെണ്ണിനൂടെ വേണമെങ്കിൽ ഒരുമിച്ച് കിടക്കാം, അങ്ങനെ പലതും ബിഗ് ബോസ് പറ്റുമെന്ന് ഇതിനകത്ത്. പക്ഷെ ഇതിൽ നിന്നൊക്കെ മനസ്സിലായതുകൊണ്ട് നിങ്ങളുടെ അമ്മമാരെയോ പെങ്ങന്മാരെയോ ഭാര്യയോ ആരെയും ബിഗ് ബോസ് വിടരുത്. ആണുങ്ങൾ പോയി പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ, ആണുങ്ങൾക്ക് പ്രത്യേകിച്ച് അവരെ ആരും പീഡിപ്പിക്കാനൊന്നും പോകുന്നില്ല. ഒരു സുരക്ഷിതത്വം ഇല്ല ബിഗ് ബോസിൽ. ഒരുണ്ടേ ബിഗ് ബോസ് വരാൻ പോകുന്നില്ല. എഡിറ്റ് ചെയ്ത് ലൈവിൽ പോലും ടെലികാസ്റ്റ് ചെയ്യേണ്ടേ അവന്മാർ ചെയ്യത്തുള്ളൂ. നമുക്ക് വേണമെന്ന കാര്യങ്ങളെ അവർ തരുള്ളൂ, അല്ലാത്തൊന്നും തരില്ല. പിന്നെ കുറച്ച് എരിവും പുളിയൊക്കെ ഉണ്ടെങ്കിലല്ലേ ആൾക്കാർ ഇരിക്കത്തുള്ളൂ. അതിനു വേണ്ടി കുറച്ചൊക്കെ കാണണം. ദെൻ അതുകൊണ്ട് ഒറ്റ ഓർമ്മത്തിന് വോട്ട് ചെയ്യരുത്. എന്താണെങ്കിലും നമ്മളൊന്ന് വോട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇവർ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് ആർക്ക് കൊടുക്കണമെന്ന്. അതുകൊണ്ട് ആർക്കും വോട്ട് ചെയ്യരുത്, ബിഗ് ബോസ് കാണരുത്. ശക്തമായ രീതിയിൽ ബിഗ് ബോസിനെ ബഹിഷ്കരിക്കണം. എന്നാലേ ഇങ്ങനത്തെ വൃത്തികെട്ട ഷോകളൊക്കെ നിൽക്കുകയുള്ളൂ. ഇവർക്ക് എത്രയോ നല്ല കുഞ്ഞുങ്ങളുടെ പാട്ട്, ഡാൻസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരും. നിങ്ങൾ അതൊക്കെ കാണും. എത്ര പേര് എത്ര നല്ല കാര്യങ്ങൾ വരും. അയ്യോ ഇതുണ്ടല്ലോ, ഇത് കാണുന്ന ഒരു കുഞ്ഞുങ്ങൾക്കൊക്കെ അതിനകത്ത് നല്ല ഒന്നുമില്ല, വൃത്തികേടുകളെ പഠിക്കാനുള്ളൂ. അഗ്ലി, അത്രയ്ക്ക് വെറുപ്പ് തോന്നുന്ന ഒരു ഷോ ആയിട്ട് നിങ്ങൾ ഓരോരുത്തരും ഇതിനെ ശക്തമായി എതിർക്കണം, ബഹിഷ്കരിക്കണം. എന്താണെങ്കിലും ഒരു വിന്നർ ഉണ്ടാവുമല്ലോ. അറ്റ്ലീസ്റ്റ് അതിലെങ്കിലും നീതി പുലർത്താനും ഒക്കെ പറ്റട്ടെ. അതിലെങ്കിലും അനീഷിനെങ്ങനെ കിട്ടുന്നതായിരിക്കും നല്ലത്. അനീഷിന് കിട്ടിയൊന്നുമില്ലെങ്കിലും മര്യാദയ്ക്ക് തുടക്കം മുതൽ കൊടുക്കം വരെ ഒരുപോലെ നിന്നല്ലോ അനീഷിനോ. പിന്നെ ഇത്രയൊക്കെ അനുഭവിച്ചല്ലേ, അനുഭവിച്ച് കിട്ടിയാലും നഷ്ടമില്ല, ബാക്കിയൊക്കെ കണക്കാം.